ഓടിച്ചു പോവാം, ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് ഓടിച്ചു നോക്കാം എല്ലാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ഒരു ടോപ്പിക് ഏതാന്ന് ഓർമ്മയുണ്ടോ? പുഷ്പക് ഭട്ടാചാര്യ കമ്മിറ്റി. ശരിയായോ? അത് എത്ര പേര് ശരിയാക്കി? ഓക്കെ. അത് പുഷ്പക് ഭട്ടാചാര്യ കമ്മിറ്റി ബി ആണെന്ന് അറിയാലോ. ശരിയാക്കിയോ? എല്ലാരും ശരിയാക്കിയോ? തെറ്റിച്ചാരെങ്കിലും ഉണ്ടോ? അപ്പോൾ recently RBI has constituted an 8-member committee headed by Dr. Pushpak Bhattacharya. Which of the following is the focus area of the committee? അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ആൻസർ. അതൊന്നും കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, PMKSനെ പറ്റി. PMKS നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള. PMKS എപ്പോൾ വന്ന ഒരു ഫണ്ടാ? കോവിഡ് സമയത്ത് വന്ന ഫണ്ടാണ്. പിന്നെ PMKSനെ പറ്റി വേറെ എന്തൊക്കെ അറിയാം? PMKSന്റെ ഉദ്ദേശം എന്താ? അതായത് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് വെച്ചിട്ട് നമ്മളൊരു ഫണ്ട് റേസ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ഇതേപോലെ തന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ഫണ്ടിൽ നിന്ന് നമുക്ക് പൈസ ഉപയോഗിക്കണം. ആ ഉദ്ദേശത്തോടെയാണ് PMKS എന്ന് പറയുന്ന ഫണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ PMKSന്റെ കോവിഡ് ടൈമിൽ വന്നതാണ്. ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടാണ് PMKS രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാ? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഒരു സൈഡ് തൊട്ട് വായിച്ചോ എല്ലാവരും, അല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങും. വായിച്ചോ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. അതായത് കോവിഡ് പാൻഡമിക് 19 സബ്സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടും 2022-23 പീരീഡിൽ ഈ PMKSലേക്ക് വന്ന വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ വളരെ ജനറിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തെറ്റാനുള്ള ചാൻസ് കുറവാണ്. എപ്പോഴും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാക്കാനാ ബുദ്ധിമുട്ട്, ശരിയായിട്ട് അവർക്ക് ഫ്രെയിം ചെയ്യാനാ ബുദ്ധിമുട്ട്. എക്സ്ട്രീം കാര്യങ്ങളില്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. മൾട്ടിപ്പിൾ ഫാക്ട് ഒക്കെ വന്നാൽ എപ്പോഴും ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാനുള്ള ഒരു ടെൻഡൻസി. അതിൽ ഏതെങ്കിലും ഇപ്പോൾ 2 ഫാക്ട് ഒക്കെ വന്നാൽ ഒരു ഫാക്ട് എങ്കിലും തെറ്റാനുള്ള ടെൻഡൻസിയാണ് നമ്മുടെ UPSC പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് യൂഷ്വലി ഒരു ഒന്നിൽ കൂടുതൽ ഫാക്ട് വന്നാൽ മിക്കവാറും ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. ഇതൊരു വളരെ ജനറിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. കഴിഞ്ഞ 2022-23 ഫിനാൻഷ്യൽ ഇയറിലായിരുന്നു കൂടുതൽ കോൺട്രിബ്യൂഷൻ വന്നത്, കോവിഡ് ഒക്കെ സബ്സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടും. ഒരു വളരെ ജനറിക് സ്റ്റേറ്റ്മെന്റാ. സ്റ്റേറ്റ്മെന്റ് 2 വായിച്ച അടുത്ത ആള്. നമ്മൾ അന്ന് പഠിച്ചിരുന്നു അത്. PMKSനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ടാക്സ് എക്സംഷൻസിന് എലിജിബിൾ ആണ്. ഇൻകം ടാക്സ് ആക്ടിന്റെ അടിയിലും അതെ, അതേപോലെ CSR റെസ്പോൺസിബിലിറ്റീസിന്റെ അടിയിലുള്ള എക്സ്പെൻഡിച്ചർ ആണെങ്കിലും അത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. നമുക്കിപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ വരാറുള്ള ഒരു കാര്യമാണ്, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ വരും. യൂഷ്വലി ഇതിന്റെ ഒരു എക്സാക്ട് എക്സ്പ്ലനേഷൻ നിങ്ങൾ നോക്കണ്ട. എക്സാക്ട് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ A സ്റ്റേറ്റ്മെന്റിന് Y എന്ന് ചോദിക്കുമ്പോഴാണ് B സ്റ്റേറ്റ്മെന്റ് കിട്ടുന്നതെന്ന് അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. പക്ഷെ അത് രണ്ടും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. പിന്നെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പൊ സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ചിലപ്പം ഏതെങ്കിലും എന്താ പറയാ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്താ പറയാ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് ബ്ലൂ ഗ്രീൻ ആൽഗെ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് അല്ല, ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അതിന്റെയൊക്കെ എന്തെങ്കിലും മെക്കാനിസം പറയുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം പറയുന്നതെങ്കിൽ മാത്രമാണ് യൂഷ്വലി എക്സ്പ്ലനേഷൻ കറക്റ്റ് അല്ല എന്ന് നമ്മൾ പറയുന്നത്. 2 സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടും എയുടെ എക്സ്പ്ലനേഷൻ അല്ല ബി എന്ന് പറയുന്ന കാര്യങ്ങളില്ലേ, അത് അങ്ങനെയുള്ളതിലാണ് വരുന്നത്. ടോട്ടലി കുറച്ചൊരു ഒന്നുകിൽ ഫാക്ച്വലി തെറ്റായിരിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറയുമ്പോഴാണ് യൂഷ്വലി ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിൽ എയും ബിയും ശരിയാണെങ്കിൽ ബി എയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് തന്നെയാണ് വരാറ്. എനിക്കത് എപ്പോഴും തെറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിരിക്കണം. പിന്നെ ഇത് രണ്ടും നോക്കുമ്പോൾ വളരെ അടുത്ത് പോകുന്ന 2 സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെയുള്ളൂ. കറക്റ്റ് ആയിട്ട് എക്സ്പ്ലനേഷൻ ആണോ എന്ന് എപ്പോഴും നമുക്ക് സംശയം വരുവാണെങ്കിൽ ആ ഒരു ലോജിക് ഓർത്താൽ മതി. രണ്ടും വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിരിക്കണം. ഫാക്ച്വൽ എറേഴ്സ് ഒന്നും ഉണ്ടാവരുത്. പിന്നെ ഇതേപോലെ തന്നെ സയൻസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ യൂഷ്വലി എക്സ്പ്ലനേഷനിൽ വരുമ്പം ഭയങ്കര ഒരു ഡിഫറൻസ് ഒക്കെ വന്നാൽ തെറ്റായി പോകുന്നത്. പിന്നെ 3 ക്വസ്റ്റ്യൻ നമ്പർ 3. As India's digital payments revolution is gaining international momentum with both unified payment interface and RuPay expanding rapidly across borders, in how many of the above countries is UPI operational? ഇതിൽ നമ്മൾക്ക് യൂണിയൻ UPIയെ പറ്റിയിട്ട് എന്തൊക്കെ അറിയാവുന്നത്? UPI എന്ന് പറഞ്ഞാൽ എന്താ? യൂണിയൻ പേയ്മെന്റ് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ഇന്റർഫേസ് ആണ് UPI എന്ന് പറയുന്നത്. UPI ലോഞ്ച് ചെയ്തിരിക്കുന്ന ആരാ?
അത് ആരാ ഒരു പെർട്ടിക്കുലർ ബോഡിയാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCI എന്ന് പറയുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് എത്ര കൺട്രീസിൽ ഓപ്പറേഷണൽ ആണെന്നാണ് ക്വസ്റ്റ്യൻ. കണ്ടിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എപ്പോഴും എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് ഒരെണ്ണമെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആൻസറിലേക്ക് അല്ലെങ്കിൽ ആൻസർ ചെയ്യണം എന്ന് ഞാൻ പറയാറില്ലേ. അപ്പം യൂഷ്വലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ UPSC വന്നാൽ നിങ്ങൾ ചെയ്യണം. കാരണം ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായാലും only one ആവാൻ ഇത്രയും ഓപ്ഷൻസ് തന്നിട്ട് only one ഒരു ഓപ്ഷൻ കൊടുക്കാൻ ബാക്കി എല്ലാം തെറ്റിച്ചു കൊടുക്കാനുള്ള ചാൻസ് കുറവാണ്. ഓൾ ഫോറും ഞാൻ പറയുന്നത് ഈ എക്സാമിൽ അല്ല കേട്ടോ, UPSC എക്സാം പാറ്റേൺ അനുസരിച്ച് യൂഷ്വലി ഓൾ ഫോറും വരാറില്ല. ഇത്രയും ഓപ്ഷൻസ് തരുന്നതിന്റെ ഇടയിൽ only one വരുന്ന ചാൻസസ് കുറവാണ്. അതേപോലെ നൺ ഓഫ് ദ എബവ് വരുന്നത് വളരെ ചുരുക്കം ഇൻസ്റ്റൻസസിലാണ് നൺ ഓഫ് ദ എബവ് വരാറ്. അപ്പം only one ഓൾ ഫോറും ഒക്കെ യൂഷ്വലി UPSCയിൽ വരാറില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ പഠിക്കാനുള്ള ഒരു ഇതായിട്ട് എടുത്താൽ മതി. ഇതിന്റെ ആൻസർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ യൂഷ്വലി UPSCയുടെ എക്സാമിൽ ഓൾ ഫോറും only one ഇത്രയും ഓപ്ഷൻ തന്നിട്ട് only one യൂഷ്വലി വരാറില്ല. അതേപോലെ നൺ ഓഫ് ദ എബവും വരാറില്ല. നൺ ഓഫ് ദ എബവ് ഒക്കെ വന്നാൽ എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഇട്ടതിന്റെ ആ ഒരു ബേസിക് ഐഡിയ അത് ഡിഫീറ്റഡ് ആവില്ലേ എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദ എബവ് ആണ് ഈ ക്വസ്റ്റ്യൻ ഇടേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ്ടേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഒരു ഓപ്ഷൻ എങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നൺ ഓഫ് ദ എബവ് കണ്ടാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യണം. നൺ ഓഫ് ദ എബവ് ആൻസർ ആവുന്ന ചാൻസസ് കുറവാണ്. അപ്പൊ നമ്മൾ എന്തായാലും ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ചെയ്യാതിരിക്കരുത്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ചെയ്യണം. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് 4 കൺട്രീസിന്റെ പേര് തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കൺട്രിയിൽ UPI ഉണ്ട് അല്ലെങ്കിൽ NPCI ലോഞ്ച് ചെയ്ത് UPI ഫങ്ഷണൽ ആണ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അറിയില്ലേ ചെയ്യാത്തത് നല്ലത്. കാരണം അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ശരിയാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 25% മാത്രമാണ്, വളരെ കുറവാണ്. അപ്പം കറക്റ്റ് ആയിട്ട് ആ ഫാക്ട് അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യരുത്, അറിയാമെങ്കിൽ മാത്രം ചെയ്യുക. ഇതിന്റെ ആൻസർ എന്താ അറിയോ? എന്താ? ഇവിടെ ഇത് എല്ലായിടത്തും ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇത് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ യൂഷ്വലി ഓൾ 5 D ആണ് ആൻസർ. അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളപ്പം ആലോചിക്കുന്ന ഒരു ഇത് കറക്റ്റ് ആണെന്നാണ് അതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. കാരണം യൂഷ്വലി ഓൾ ഫോറും only one അതേപോലെ തന്നെ നണ്ണും ഒക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. ഇത്രയും ഓപ്ഷൻ തരുമ്പോഴാട്ടോ only one വരാനുള്ള ചാൻസ് കുറവാന്ന് ഞാൻ പറഞ്ഞത്. ഇത്രയും ഫാക്ച്വൽ ക്വസ്റ്റ്യൻ അതിൽ only one വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഈ പറയുന്ന ഓൾ 5 only one എടുക്കാതെ ബാക്കി BO CO എടുത്തിരിക്കുന്നെങ്കിൽ നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ആരെങ്കിലും അടുത്ത ആള് വായിച്ചേ, നീ വായിച്ചോ. ഇവിടെ പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇത് പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, വിച്ച് ഓഫ് ദ അബവ് സ്റ്റേറ്റ്മെന്റ്സ് ആ കറക്റ്റ് എന്നാണോ ഇൻകറക്റ്റ് എന്നാണോ എന്നുള്ളത് നോക്കണേ. ഇവിടെ കറക്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ UPSCയിൽ എപ്പോഴും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ കാണും. ബോൾഡ് ചെയ്യും, പക്ഷെ നമ്മൾ ആ ഒരു ടെൻഷന്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാനുള്ള ചാൻസ് കുറവ് ഇല്ല. ഇത് എന്തായാലും കറക്റ്റ് എന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, 2023 HIV ഇൻഫെക്ഷൻസ് ഏകദേശം 2010 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2023 HIV ഇൻഫെക്ഷൻസ് ഏകദേശം 44% കുറഞ്ഞിട്ടുണ്ടെന്നും അതേപോലെ തന്നെ എയ്ഡ്സ് റിലേറ്റഡ് ഡെത്ത് 79% ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഡിക്രീസ് ബൈ 79% കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. യൂഷ്വലി ഈ സ്റ്റേറ്റ്മെന്റ് UPSC ക്വസ്റ്റ്യനിലാണെങ്കിൽ അത് തെറ്റായിട്ട് എടുക്കണം. കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാറ്റ് നമുക്ക് അറിയാൻ ചാൻസ് കുറവാണ്. പക്ഷെ അതിൽ മൾട്ടിപ്പിൾ ഫാക്ട്സ് വന്നിട്ടുണ്ട്. ഒന്ന് 44% വന്നിട്ടുണ്ട്, 2 വർഷങ്ങൾ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു 79% എന്നും വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ അത് ശരിയാണ് എന്ന് വെച്ചാൽ ഇത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പക്ഷെ നിങ്ങൾ അത് വിചാരിക്കുകയേ വേണ്ട. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ അത് തെറ്റായിട്ട് തന്നെ എടുക്കുക. മൾട്ടിപ്പിൾ ഫാക്ട്സ് വരുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുക. അപ്പൊ അയാൾക്ക് തെറ്റിക്കാൻ എളുപ്പമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഫാക്ടുകൾ വരുമ്പോൾ തെറ്റിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു ഫാക്ട് അല്ല 2 ഫാക്ട് വന്നിട്ടുണ്ട്. യൂഷ്വലി UPSCയിലാണ് ചെയ്യുന്നതെങ്കിൽ തെറ്റായിട്ട് എടുക്കണം. Mizoram, Nagaland and Manipur have the highest HIV prevalence among adults, while Punjab is showing a rising trend in HIV cases. ഇത് 2 ഫാക്ട് എന്നുള്ളതിനേക്കാൾ ഒന്നൊരു റീജിയൻ ആണ്. മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആണ്. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഒന്ന് അത്.
പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് പഞ്ചാബിലൊക്കെ എപ്പോഴും ഈ പറയുന്ന ഡ്രഗ്സ് ഭയങ്കരമായിട്ട് ഉള്ളതുകൊണ്ട് ഈ HIV സ്പ്രെഡ് ചെയ്യുന്നത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് മാത്രമല്ല, ഏറ്റവും കൂടുതൽ മറ്റേ ഇൻട്രാവീനൽ ഡ്രഗ്സ് എടുക്കുന്ന ആൾക്കാർക്കാണ് സെയിം നീഡിൽ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ആൾക്കാർ ഇഞ്ചെക്ഷൻ എടുക്കുമ്പോഴാണ് HIV കൂടുതലും സ്പ്രെഡ് ആവുന്നത്. അപ്പൊ പഞ്ചാബിൽ നമുക്കറിയാം, പഞ്ചാബിൽ ഒരുപാട് ഡ്രഗ് ട്രാഫിക്കിംഗ് ഇഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ പഞ്ചാബിൽ അത് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന ബംഗ്ലാദേശ്, അവർക്ക് ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഉള്ള സ്ഥലങ്ങളാണ്. ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് കൂടുതലായിരിക്കും. അതേപോലെ ഇതേപോലെ മനുഷ്യക്കടത്ത്, പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടൊക്കെയുള്ള ഇത് കൂടുതലായിരിക്കും. ആ റീജിയനിൽ കൂടുതലാവാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ല, അതിനെക്കാട്ടിലും ഇത് ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എപ്പോഴും കൂടുതലായിരിക്കും. അവിടെ നിന്നൊക്കെ ഒത്തിരി നമ്മൾ മനുഷ്യക്കടത്ത് എപ്പോഴും കേൾക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു റീജിയൻ ആയിട്ട് എടുത്താൽ മതി. അത് മൾട്ടിപ്പിൾ ഫാക്ട് എന്നുള്ളതിനേക്കാൾ മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ മൂന്നും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ് ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഉണ്ട് എന്നുള്ള ഇത് പരിഗണിച്ചിട്ട് കൂടാനുള്ള ചാൻസ് എപ്പോഴും കൂടുതൽ. അതെ, അത് ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യ ഹാസ് അച്ചീവ്ഡ് ദ 95-95-95 ടാർഗറ്റ് ഫോർ കമ്പാറ്റിംഗ് എയ്ഡ്സ്. ഇന്ത്യ അങ്ങനെ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ഇന്ത്യ അച്ചീവ് ചെയ്തിട്ടില്ല. ആൻസർ 4A ആണ് ആൻസർ, അല്ല 4B. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. Gallant IAS, chasing your passion to ace.